വെൽക്കം ബാക്ക് പ്രിയമുള്ളവരെ. ഒരു വിരൽത്തുമ്പിൽ എല്ലാം ചെയ്ത് ശീലിച്ചു പോയി നമ്മളല്ലേ, പ്രത്യേകിച്ച് ഗതാഗതത്തിന്റെ കാര്യത്തിലായാലും സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലായാലും ഓൺലൈനെ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി. പക്ഷേ ഇപ്പോൾ ഇതാ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സംസ്ഥാനത്തെമ്പാടും എന്ന് പറയണം ഓൺലൈൻ ടാക്സികളുടെ അനിശ്ചിതകാല സമരം തുടരുന്ന യാത്രക്കാരെ വല്ലാണ്ട് വലച്ചിരിക്കുകയാണ്. സർവീസ് ലഭ്യത പരിമിതമായതോടെ യാത്രാ നിരക്ക് ഇരട്ടിയായിരിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂട്ടത്തോടെ കാറുകൾ ഓഫ്ലൈൻ ആക്കിയാണ് സമരം. കമ്പനികൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സർക്കാർ ഇടപെടൽ വേണമെന്നും സമരസമിതി ആവശ്യപ്പെടുകയാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, ഇത്രയധികം ദിവസമായിട്ടും ഒരു തരത്തിലും ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. യാത്രക്കാരെ വല്ലാതെ വലയ്ക്കുന്നുമുണ്ടല്ലേ? തീർച്ചയായും ഇതിപ്പോൾ മൂന്നാം ദിവസമാണ് ഓൺലൈൻ ടാക്സി സമരം ആരംഭിച്ചിട്ട് നടക്കുന്നത്. മൂന്നാമത്തെ ദിവസമാണ് സമരം. അനിശ്ചിതകാല സമരം മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലും ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് നിലവിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഊബറിന്റെ കൊച്ചിയിലെ ഓഫീസിലേക്ക് ഇവർ നടത്തിയിരുന്നു. അത്തരത്തിൽ ഇന്നും അല്പസമയത്തിനകം ഹൈക്കോടതി ജംഗ്ഷനിൽ ഈ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ കമ്പനികൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിരക്കുകൾ ഏകീകരിക്കുക, അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുക, കമ്പനി ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ നിരവധി 11 വിവിധ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോലും കമ്പനികൾ തയ്യാറാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ക്യാബ് ലഭ്യത വലിയ തോതിൽ കുറവായതോടെ മറ്റ് ഓട്ടോ അടക്കമുള്ള ഊബർ നിരക്കുകൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അത് സാധാരണക്കാർക്ക് വലിയ വിഷയമുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് 70-80 രൂപയ്ക്കൊക്കെ ചെറിയ ട്രിപ്പുകൾ ബുക്ക് ചെയ്ത് തരുന്നവർക്ക് 150 രൂപ വരെ ബുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നാണ് നിലവിൽ അവർ പറയുന്നത്. അങ്ങനെ ക്യാബ് ലഭ്യത കുറവായത് മൂലം യാത്രാ നിരക്ക് വലിയ തോതിൽ നിലവിൽ വർദ്ധിച്ചിട്ടുമുണ്ട്. അപ്പോൾ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കും സാധാരണക്കാർക്ക്. പ്രത്യേകിച്ച് ഊബർ അടക്കമുള്ള ഓൺലൈൻ ടാക്സി സർവീസുകളെ ആശ്രയിക്കുന്നവർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാവുന്നത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത്. ശരി, ഇരട്ടിയായിരിക്കുന്നു ടാക്സി ചാർജ് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ വിളിക്കുന്ന അതേപോലെ തന്നെ ഓൺലൈൻ ടാക്സി കാറുകൾ വിളിക്കാൻ പറ്റാറുണ്ട്. ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിലൊക്കെ അടിയന്തരമായി കുറച്ച് ഉൾപ്രദേശത്താണെങ്കിലും ഊബർ സർവീസുകളൊക്കെ ലഭ്യമായിരുന്നു. പക്ഷേ ഈ ഓൺലൈൻ ടാക്സി പണിമുടക്ക് അത് വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നതാണ്. നമുക്ക്